ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ ലിജോ വർഗീസാണ് എനിക്കിപ്പോൾ ഉള്ളത്. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പോലെ തന്നെ യുദ്ധവും തെരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ് പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അതിൽ സംസ്ഥാനത്തെ പോളിംഗുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് പത്രങ്ങളിലെ ഒരു പ്രധാന തലക്കെട്ടായി ഉള്ളത്. അതിൽ മാധ്യമം പത്രത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഒടുവിൽ പോളിംഗ് കണക്ക് പുറത്തുവിട്ട് കമ്മീഷൻ, ഇതുവരെ 79.63% ഇനിയുമുണ്ട് എന്നാണ് ആ ഹെഡ്ലൈൻ. സർവീസ് വോട്ട് കൂടി വരുന്നതോടെ പോളിംഗ് ശതമാനം ഇനിയും വരും, SIR പ്രതിഫലിച്ചെന്നും കമ്മീഷൻ പറയുന്നു എന്നതാണ് ആ വാർത്ത. മാധ്യമം ഒന്നാം പേജിലൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ആ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതത്തിൽ അതിന് ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: ഒരുവിധം കണക്കായി എന്നാണ്. വോട്ടിംഗ് യന്ത്രത്തിൽ 78.27% പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് ആകെ, അതായത് ഹൗസ് വോട്ട് കൂടെ ചേരുമ്പോൾ അത് 79.63. അന്തിമ കണക്കിന് സർവീസ് വോട്ടുകളുടെ എണ്ണം കൂടി ലഭിക്കണം. ചരിത്രത്തിലെ ഉയർന്ന മൂന്നാമത്തെ പോളിംഗ് ആണ് ഇത്തവണ. അതായത് 79.63 എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലെ ഉയർന്ന മൂന്നാമത്തെ പോളിംഗ് ആണ് എന്നാണ് സുപ്രഭാതം ആ വാർത്ത അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീക്ഷണം ആ വാർത്ത പൊളിറ്റിക്കലിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് പഴയ കണക്ക് പുതിയ കടലാസിൽ എന്നാണ് അവർ ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പോളിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണക്കുകൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ കണക്കുകൾ വൈകിട്ടില്ല എന്ന രക്തൻ കേൽക്കറുടെ വിശദീകരണം കൂടി വീക്ഷണം പത്രത്തിൽ ഒന്നാം പേജിൽ ആ വാർത്ത അങ്ങനെ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വാർത്തകൾ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില വാർത്തകൾ കൂടി ഇന്ന് പത്രങ്ങളിലുണ്ട്. ജനയുഗം പത്രത്തിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത് ബംഗാൾ SIR സുപ്രീം കോടതിക്ക് ആശങ്ക എന്നാണ്. 15% പേരെ ഒഴിവാക്കി 2% വിജയമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയാണ്: വോട്ടർ പട്ടികയിൽ നിന്ന് 15% പേരെ ഒഴിവാക്കിയ ശേഷം 2% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന രീതി ആശ്ചര്യമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയ SIR നടപടിക്രമങ്ങളിൽ നിന്ന് ബംഗാളിൽ വഴിമാറി സഞ്ചരിച്ചുവെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കവേ സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ള കാര്യമാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീം കോടതി പക്ഷേ ബംഗാൾ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയെന്ന് സിറാജിൽ ഒരു വാർത്തയുണ്ട്. അത് അങ്ങനെയാണ്: പശ്ചിമ ബംഗാളിൽ SIR പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ അവരുടെ അപ്പീലുകൾ ട്രൈബ്യൂണലുകളുടെ പരിഗണനയിലാണെങ്കിലും വോട്ട് ചെയ്യാൻ അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഈ മാസം 23-നും 29-നും 2 ഘട്ടങ്ങളായി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അപ്പീലുകൾ അനുവദിച്ചിട്ടുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തി സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഇത്രയും ആളുകൾ പുറത്താക്കപ്പെട്ടെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും സിറാജിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വാർത്ത അങ്ങനെയാണ്. കേരള കൗമുദിയിൽ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അത് ജാതി വെറിയൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നാണ് അതിന് കേരള കൗമുദി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം തുറന്ന് പറഞ്ഞ് ഡെൻ്റൽ വിദ്യാർത്ഥികൾ, പ്രതികളായ അധ്യാപകർ ഒളിവിൽ, ആൺകുട്ടികളെ ഉപയോഗിച്ച് പെൺകുട്ടികളെ മർദ്ദിക്കും. ആ വാർത്തയൊക്കെ ഇന്നലെ വന്നതാണ്. ഏതായാലും അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ജാതി വെറിയൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് കേരള കൗമുദി എന്നാണ്. മാതൃഭൂമിയിൽ അത് നിറത്തിൻ്റെയും ശരീരത്തിൻ്റെയും പേരിൽ അധിക്ഷേപം, ഞങ്ങൾ സഹിച്ചു മടുത്തു എന്നാണ് അതിന് ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. തുറന്നടിച്ച അഞ്ചരക്കണ്ടിയിലെ വിദ്യാർത്ഥികൾ എന്നാണ്. ഇന്ന് അംബേദ്കർ ജയന്തി കൂടിയാണ്. മറികടക്കണം ആ മതിൽ, ജാതി മതിൽ മറികടക്കണമെന്ന് പറഞ്ഞ അംബേദ്കറുടെ ഓർമ്മദിനം കൂടിയാണ്. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് പറയുന്നത്. നാമെല്ലാം തുല്യരാണെന്നും ജനങ്ങളുടെ വൈവിധ്യങ്ങളെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പരിഗണിക്കണമെന്നും രാഷ്ട്രത്തിൻ്റെ പരമോന്നത ഭരണഘടനയിൽ എഴുതി ചേർത്ത രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമൂഹിക വിപ്ലവകാരികളിൽ ഒരാളായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണിന്ന്. അന്നേരവും ആ കാലത്തും ജാതി വെറി ഉണ്ടാകുന്ന അതും കേരളം പോലൊരു സ്ഥലത്തുണ്ട് എന്നുള്ളത് കൂടി വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൂടി ചേർത്ത് വെച്ചാണ് മാതൃഭൂമി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഒരു അന്തർദേശീയ തലത്തിലേക്ക് വരുമ്പോൾ വീണ്ടും യുദ്ധഭീതി എന്നാണ് ചന്ദ്രിക ഇന്ന് ഒന്നാമത്തെ പേജിൽ അവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് തിരിച്ചടിക്കുമെന്ന് ഇറാൻ, നാവിക ഉപരോധം പ്രാബല്യത്തിൽ, കടൽ കൊള്ളയെന്ന് ഇറാൻ എന്നിങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചന്ദ്രിക പത്രത്തിൽ നിന്ന് ഒന്നാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ സ്വയം ക്രിസ്തുവായി ട്രംപ്, മാർപ്പാപ്പയോടും യുദ്ധം എന്നാണ് അവർ ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. ട്രംപിന് ഭയമില്ലെന്ന് ലിയോ 14, താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകുമായിരുന്നില്ലെന്ന് ട്രംപ്.
ദൗത്യം തുടരും, യുദ്ധത്തിനെതിരെ ഇനിയും ശബ്ദിക്കുമെന്ന് ലിയോ മാർപ്പാപ്പ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചാണ് സ്വയം യേശുക്രിസ്തുവായി ചിത്രീകരിച്ച ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ കിളിപോയ ഒരു ആളെ പോലെ ട്രംപ് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു പറഞ്ഞ കാര്യം എന്ന നിലയിലാണ് അതിനെ ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ മാധ്യമ പത്രത്തിൽ അത് ഇങ്ങനെയാണ്: ഹോർമൂസ് ഉപരോധം തുറപ്പിക്കാൻ വന്ന അമേരിക്ക വീണ്ടും ഉപരോധം നടത്തിയെന്നാണ്. അതൃപ്തിയും ആശങ്കയും പ്രകടിപ്പിച്ച് ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് ബ്രിട്ടൻ. ഒരു വട്ട ചർച്ചയ്ക്ക് കൂടി പാകിസ്ഥാൻ്റെ ശ്രമം. പോപ്പിനെ വീണ്ടും അധിക്ഷേപിച്ച കാര്യം അതിൻ്റെ കൂടെയുണ്ട്. അതിൽ VR രാഗേഷിൻ്റെ ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. അത് ട്രംപും അതോടൊപ്പം തന്നെ PC ജോർജ് തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രീകരണമാണ്. എൻ്റെ പൊന്നടാവേ, ഇത്രയും പുളിച്ച തെറി കയ്യിലുണ്ടെങ്കിൽ തനിക്ക് എൻ്റെ കൂടെ വന്ന് പോപ്പിനെതിരെ ട്രൈ ചെയ്തുകൂടെ എന്നാണ് ഇവിടെ സഭയ്ക്കെതിരെ പറയുന്ന PC ജോർജിനെ വെച്ചുകൊണ്ട് ട്രംപ് സംസാരിക്കുന്ന ഒരു കാര്യം കൂടി മാധ്യമത്തിൻ്റെ കാർട്ടൂൺ, വളരെ രസകരമായൊരു കാർട്ടൂൺ കൂടി ഇന്ന് ഒന്നാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. ജന്മഭൂമി പത്രത്തിലേക്ക് വന്നാൽ വനിതാ സംവരണ ബിൽ മാറ്റിവെക്കില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയതാണ്. കോൺഗ്രസിന് മറുപടി എന്നുകൂടി വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഉള്ളത്. വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരണം നീട്ടിവെക്കാനെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി എന്നുള്ളതാണ് ജന്മഭൂമി ഒന്നാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതായത് കോൺഗ്രസ് ആശങ്ക ഉന്നയിച്ചൊരു കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തുകയാണ്. ദ ഹിന്ദുവിലൊരു വാർത്തയുണ്ട്. ഡീലിമിറ്റേഷൻ വിൽ നോട്ട് അഫക്റ്റ് സൗത്തേൺ സ്റ്റേറ്റ്സ് സെയ്സ് ഗോയൽ എന്നാണ്. പീയൂഷ് ഗോയലിൻ്റെ കാര്യമാണ്. യൂണിയൻ കൊമേഴ്സ് and Industry Minister Piyush Goyal on Monday said 33% reservation for women in Parliament and the assemblies would be implemented by 2029 എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഡീലിമിറ്റേഷൻ, അതായത് കേരളം അടക്കമുള്ള ഇവിടുത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നുകൂടി പറയുന്നു. അതായത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക അതാണ്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ഹിന്ദുവിൽ അങ്ങനെ ഒരു വാർത്ത, പീയൂഷ് ഗോയലിനെ കോട്ട് ചെയ്തുകൊണ്ടൊരു വാർത്ത കാണാം. മനോരമയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാ പ്രതികളും പുറത്തെത്തി എന്നുള്ളതാണ്. സ്വാഭാവികം എന്ന ആശ്ചര്യചിഹ്നത്തോടു കൂടിയാണ് ഇന്ന് ആ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അവസാനം അറസ്റ്റിലായ KP ശങ്കരദാസിനും കുറ്റപത്രം ആകാത്തതിൻ്റെ ആനുകൂല്യത്തിൽ ജാമ്യം. SIT 6 മാസമായിട്ടും പ്രാഥമിക കുറ്റപത്രമായില്ല. എത്ര സ്വർണം കൊള്ളയടിച്ചെന്ന് അറിയില്ല എന്ന കാര്യം കൂടി ഇന്ന് മനോരമ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹിന്ദുവിലൊരു വാർത്ത കൂടിയുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. IMD's April forecast projects monsoon to be below normal for first time in 11 years. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും നോർമൽ സാധാരണയിൽ താഴെയുള്ള മൺസൂൺ ആയിരിക്കും ഇത്തവണ എന്നുള്ളത് ഒരു വാർത്ത കൂടി ഇന്ന് ദ ഹിന്ദുവിലൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഒന്നാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. ദേശാഭിമാനിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് നോയിഡയിലെ വലിയ തൊഴിലാളി പ്രതിഷേധമാണ്. മിനിമം വേതനം വർദ്ധിപ്പിക്കണം. നോയിഡയിൽ വൻ തൊഴിലാളി പ്രക്ഷോഭം. തൊഴിലാളികളെ തല്ലിച്ചതച്ച് UP പോലീസ് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണുള്ളത്. 2 എഡിറ്റോറിയൽ കൂടി വായിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതൊന്ന് ദീപികയിലാണ്. ഈ കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടിയിലുണ്ടായ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ വാർത്ത. അത് ഇപ്പോൾ സ്വകാര്യ ക്യാമ്പസുകളിലടക്കം വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെ കൂടിയുള്ള കാലത്താണ് നിതിനെ ക്ലാസ് മുറിയിൽ നിന്ന് മോർച്ചറിയിൽ എത്തിച്ചവർ. നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയതാകാം, പക്ഷേ ആ മരണ വിളുമ്പിൽ അവനെ എത്തിച്ചത് ആരാണ്? അടിച്ചമർത്തപ്പെട്ടവരുടെ കണ്ണിലൂടെ വായിക്കുവോളം അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഭരണകൂടമോ സവർണ സമൂഹമോ പഠിക്കില്ല എന്നാണ് ദീപിക ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ പല ക്യാമ്പസുകളിലും ഇപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവകാശമില്ലാത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്ത് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. മാധ്യമത്തിൽ ഉണ്ട് അതേ എഡിറ്റോറിയൽ തന്നെയാണ്. തൂത്താലും പോകാത്ത ജാതിവെറി എന്നാണ് മാധ്യമം ഇന്ന് എഴുതിയിരിക്കുന്നത്. പുഴുത്ത ജാതിബോധം ഉള്ളിൽ പേറുന്ന അധ്യാപകരുടെ അധിക്ഷേപ കസർത്തുകൾ ജാതിരഹിതമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പലതരം വാർത്തകൾ ദേശീയ അന്തർദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അങ്ങനെ നിരവധി വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിലുള്ളത്. ഇനി തിരിച്ച് വീണ്ടും സേതുവിലേക്ക്.